ഹലോ, അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി ഞാൻ നിങ്ങളായിട്ട് കട്ടക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ വന്നിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഫ്രഷ് കണ്ടൻസ് കിട്ടാഞ്ഞിട്ടല്ല, പക്ഷേ ഒരുപാടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു ലേസിനെസ് ക്യാരക്ടർ കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ സാധിക്കാത്തത്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ എന്തായാലും ഇന്ന് വന്നിരിക്കുകയാണ്. അവിടേക്ക് ഞാൻ എപ്പോഴും നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ റോഡിൻ്റെ വണ്ടികൾ പോകുന്നതും ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ ശ്രദ്ധ ഡിസ്ട്രാക്റ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോക്കുന്നത്. എനിവേ, കുഴപ്പമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു സ്പെഷ്യൽ വിഷയമാണ് പറയാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എന്നെ നേരിൽ കാണുമ്പോൾ ചോദിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് അനീഷ് തടി കുറച്ചത് എന്നുള്ളതാണ് ഫസ്റ്റ് ഓൾമോസ്റ്റ് ടൈംസും ചോദിക്കാറ്. അപ്പോൾ അതിന് ഉത്തരം എനിക്കും തോന്നി ശരിയാണ്. എന്നെ ചെറുപ്പത്തിൽ കണ്ടിരുന്നവർ, ഉദാഹരണത്തിന് ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി എനിക്ക് തോന്നി ഈ തടി അത്ര ശരിയല്ല എന്ന്. ഞാനത് കുറച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം ആണ് ഇപ്പം കാണുന്ന ഈ എന്നെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എന്നെ കാണുന്നവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അനീഷ് ഇത്ര തടി കുറഞ്ഞത്. അപ്പം ഞാൻ അതിന് ഉത്തരമായിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അത് പറയണേറ്റ് മുൻപ് ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടൊന്നും അല്ല ഒരിക്കലും ഇങ്ങനെ എത്തിയത്. പക്ഷെ എൻ്റെ അതായത് റുട്ടീനിൽ നിന്ന് ഞാൻ ഒരു ഫോർമുല കണ്ടെത്തി. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ഫോർമുല ഞാൻ പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരുപാട് ചായ കുടിക്കുന്ന ആളായിരുന്നു. ചായയിൽ നല്ല മധുരമിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിക്കുന്ന ആളായിരുന്നു. ചിലപ്പോൾ 7-8 തവണയൊക്കെ ചായ കുടിക്കുന്നു. ആ ചായയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇതായിരുന്നു. ദാറ്റ് മൈറ്റ് ബി എ പ്രോബ്ലം ഫോർ മീ. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ് എൻ്റെ ഒരു പഞ്ചസാര കണ്ടൻറ്റ് അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് എൻ്റെ ശരീരത്തിൽ ഇൻടേക്ക് ചെയ്യുന്നത് വളരെ കൂടുതലായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കി. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ എൻ്റെ ഡെയിലി റുട്ടീൻ പറയാം. 6:30 ഞാൻ എണീക്കുക. 6:30 അലാം വയ്ക്കും. അപ്പോൾ എണീക്കുമ്പോൾ തന്നെ എ ഫുൾ ബോട്ടിൽ ഓഫ് വാട്ടർ, 1 ലിറ്ററിൻ്റെ ഒരു വലിയൊരു കുപ്പി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ആ കുപ്പിയിൽ 1 ലിറ്ററോളം, ഏകദേശം 1 ലിറ്ററോളം വെള്ളം ഡെഫിനറ്റ്ലി എണീറ്റ വശം തന്നെ കുടിക്കും. ചിലർ പറയും ഒരു ചെറിയ ചൂടിൽ തേനൊഴിച്ചൊക്കെ കുടിക്കാം എന്ന് പറയും. പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ പച്ചവെള്ളമാണ്. തലേ ദിവസം ബെഡിൻ്റെ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ പോയിന്റ് നമ്പർ 1. എണീക്കുമ്പോൾ തന്നെ 6:30 എണീക്കുമ്പോൾ തന്നെ എ ഫുൾ ബോട്ടിൽ ഓഫ് വാട്ടർ ഞാൻ കുടിച്ചിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മുടെ ശരീരം മൊത്തം ക്ലെൻസ് ചെയ്യും, നമുക്ക് ഒരു പുതിയൊരു എനർജി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച് കഴിഞ്ഞ് ബാത്റൂമിലേക്കൊക്കെ പോയി ഒരു 7:15 ആവുമ്പോൾ ഞാൻ പേപ്പർ വായിക്കുകയായിരിക്കും. പേപ്പർ വായിക്കുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ് ഫോർ മീ ആക്ച്വലി. എല്ലാ ന്യൂസും അരിച്ചു പറക്കി വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു 7:45 വരെ അരമണിക്കൂറോളം ഞാൻ ന്യൂസ് വായിക്കും, പേപ്പർ വായിക്കും. അങ്ങനെ പേപ്പർ വായിക്കുന്ന സമയത്ത് ആദ്യത്തെ ചായ വരും. ആദ്യത്തെ ചായ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചായ ഒരു വലിയൊരു ഗ്ലാസ്, കുട്ടകം, എൻ്റെ അമ്മ പറയും കുട്ടകം പോലത്തെയുള്ള ഗ്ലാസ്സിലാണ്. സത്യമാണ്. അപ്പോൾ എന്തായാലും ചായയുടെ ക്വാണ്ടിറ്റി എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ചായ വിത്തൗട്ട് ഷുഗർ, അതായത് ഷുഗർലെസ് ആയിട്ടുള്ള ചായയാണ് ആദ്യത്തെ ചായ എന്ന് പറയുന്നത്. പ്ലസ് വൺ മോർ തിങ്, ചായ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ മാറ്റി ഗ്രീൻ ടീ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ചായ എന്ന് പറയുന്നത് എൻ്റെ ഗ്രീൻ ടീ ആണ്. അത് കഴിഞ്ഞ് കുടിച്ച് ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു കയപ്പും ഒക്കെയുള്ള ഒരു വ്യത്യസ്ത ഫീലിംഗ് ആണ്. അത് ഷുഗറും കൂടി ഇല്ലെങ്കിൽ അത് ഇച്ചിരി പാടാണ്. പക്ഷെ ഞാൻ ആ പാടോട് കൂടി തന്നെയാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലേക്ക് പോകാനുള്ള തത്രപ്പാടായി. 8:30 നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ടേബിളിലോട്ട് വരുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്നത് ചപ്പാത്തിയാണ്. ഞാൻ കോൺഷ്യസ്ലി അങ്ങനെ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്തതാണ്. മുൻപ് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ചോറാണ് കഴിക്കാറ്. പിന്നീട് ഞാൻ വിചാരിച്ചു വേണ്ട,
ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ശരീരം ഒന്നും കൂടെ പൂർണ്ണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചപ്പാത്തിയിലോട്ട് 2 ചപ്പാത്തി കറി ഉണ്ടായിരിക്കും, പിന്നെ വെള്ളം, ഇതാണ് കുടിക്കുക. അത് കഴിഞ്ഞ് നേരിട്ട് ഓഫീസിലോട്ട് പോകും. ഓഫീസിലെത്തി 10:30 ആകുമ്പോൾ ചായ വരും. ചായയും ഒരു ചെറിയ സ്നാക്കും, ചിലപ്പോൾ പരിപ്പ് വടയായിരിക്കാം, അല്ലെങ്കിൽ ഉഴുന്നുവടയായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് വരും. ആ ചായ മധുരം ഇട്ടിട്ടാണ് ഞാൻ കുടിക്കാറ്. കാരണം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് എല്ലാ ഷുഗർ കണ്ടന്റും താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ചായ കോൺഷ്യസ്ലി ഷുഗർ ഉള്ള ചായയാണ് കുടിക്കാറ്. അതുപോലെ ചെറിയ എന്തെങ്കിലും സ്നാക്സ്. അതിനുശേഷം വീണ്ടും വർക്കിൻ്റെ ആ ഒരു പ്രഷറിലോട്ട് പോകും. ഉച്ചയ്ക്ക് എഗെയിൻ ചപ്പാത്തിയാണ്. 2 ചപ്പാത്തിയും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കറിയും ആണ് വീട്ടിൽ നിന്ന് തന്നയച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ ഫുൾ വിശപ്പടക്കും. പിന്നെ എഗെയിൻ നമ്മൾ നമ്മുടെ റൂട്ടീനിലോട്ട് പോവും. റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് ജോബിലോട്ട് പോകും. 4 മണിയാകുമ്പോൾ ചായ വരും. ഷുഗറുള്ള ചായയാണ് വരിക. അപ്പോൾ ചുരുക്കി പറയാന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ഷുഗർലെസ്സും ഓഫീസിൽ ഷുഗറുള്ള ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, വീട്ടിലുള്ളവർ എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് എന്താ മധുരമുള്ള ചായ കുടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറയും, ഡെഫിനറ്റ്ലി നമ്മൾ ഓഫീസിൽ നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണ രീതി നമുക്ക് ഫോളോ ചെയ്യാം, അല്ലേ? അതാണ് എൻ്റെ പോളിസി കേട്ടോ. ചിലർക്ക് ഓഫീസിലായിരിക്കും നല്ലത്, ചിലർക്ക് വീട്ടിലായിരിക്കും നല്ലതല്ലാത്തത്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എഗെയിൻ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പറ്റുമെങ്കിൽ ഒരു 7-7:30 ഫ്രണ്ടിൽ കുറച്ച് കോമ്പൗണ്ട് ഉണ്ട്, സ്ഥലമുണ്ട്, അവിടെ ഒന്ന് നടക്കും, അല്ലെങ്കിൽ ഓടും, ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യും. എല്ലാവരും പറയും വൈകിട്ടാണ് നമ്മൾ ചപ്പാത്തി കഴിക്കേണ്ടതെന്ന്. വൈകിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഞാൻ ചോറ് കഴിക്കും. വലിയ ക്വാണ്ടിറ്റി അല്ല, കുറച്ച് ക്വാണ്ടിറ്റി ചോറ് കഴിക്കും. കാരണം എനിക്ക് വൈകിട്ട് ചോറ് കഴിക്കാതെ കിടന്നുറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസും കൂടി അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ്. അതിന് മുൻപ് വീട്ടിൽ ഒരു 7 മണിക്ക് എത്തിയതിന് ശേഷം ഷുഗർ ഇല്ലാത്ത ഒരു ചായ കുടിക്കും. ആ സമയത്ത് വേറെ ഒന്നും കഴിക്കില്ല. കാരണം 7:30 ഒന്ന് നടക്കണമെങ്കിലോ അല്ലെങ്കിൽ കോമ്പൗണ്ടിലൊന്ന് ഓടണമെങ്കിലോ നമ്മൾ വയറ് ഫുള്ളായിട്ട് നിറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു 11 മണിയോട് കൂടെ എഗെയിൻ വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് പോകും. ഇതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. അത് കാരണമാണ് ഞാനിങ്ങനെ ശരീരം കുറച്ചത്. ഞാനൊരു 82 കിലോ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 70 കിലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ആക്ച്വലി. തടി കുറയ്ക്കണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടെ തന്നെ കുറച്ചതാണ്. സോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ഇൻഫോർമേഷനാണ്. നമ്മൾ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടൊന്നും വേണ്ട എന്നുള്ള ഒരു മോട്ടിവേഷൻ തരാനാണ് ഞാൻ ശ്രമിച്ചത്. അത് എത്രമാത്രം നിങ്ങളിലോട്ട് എത്തി എന്നെനിക്കറിയില്ല. സോ എൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറയുന്നു. ഇടയ്ക്ക് വെളിച്ചം പോയത്, ഇവിടെ നല്ല മഴ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ 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 ബൈ.